വേണ്ടിയും തോമസൻ പാസ്റ്ററിലൂടെ ഒരുക്കിയതായ ഈ പ്ലാറ്റ്ഫോമിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ऐसी प्रकार की एक अवसर प्रभु ने बनाया, इसी कारण में मैं परमेश्वर को धन्यवाद देता हूँ। നമുക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുന്നതായ ജോസി തോമസ് പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. अनुवाद करने के लिए मुझको भी प्रभु ने अनुमति देते हैं, इसी प्रति मैं परमेश्वर को धन्यवाद देता हूँ। ഏവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. अभी सारे सबों को हार्दिक तौर पर मैं परमेश्वर में और आमंत्रण कर देता हूँ। എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. इब्रानियों की पत्री 11वां अध्याय और 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 11वां अध्याय की 16वां पद हम पढ़े इब्रानियों की पत्री। അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. यहाँ पर ये वचन पाया जाता है तो और पर वे एक उत्तम अर्थात स्वर्गीय देश के अभिलाषी है, इसलिए परमेश्वर उनका परमेश्वर कहलाने में उनसे नहीं लजाता, क्योंकि उसने उनके लिए एक नगर तैयार किया है। അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ये मसीह ने उन्हीं के लिए एक नगर तैयार किया है। ഇവിടെ നാം കാണുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഏറ്റവും ശ്രേഷ്ഠമായുള്ള അഥവാ അധികം നല്ലതായ എ ബെറ്റർ കൺട്രി. ये परमेश्वर ने हमारे लिए एक अच्छा जगह, अच्छा शहर तैयार किया है। ये वचन यहाँ पर पाया जाता है। സ്വർഗീയമായതിനെ അധികം നല്ലതിനെ കാംക്ഷിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു പഴയ നിയമ വിശുദ്ധന്മാർ. और स्वर्गीय देश के अभिलाषी है, ऐसे अच्छे स्थान प्रभु परमेश्वर ने इस्राएलियों के लिए पुराना नियम में तैयार किया है। इनके बारे में बताया गया है। കൂടുതൽ നന്മകൾ ലഭിക്കുവാൻ കഴിയും എന്ന സ്ഥലത്തേക്ക് മനുഷ്യൻ ഇന്നും അഭയം തേടിക്കൊണ്ടിരിക്കുന്നു. अधिक से अधिक मिलने के लिए अच्छे रास्ता ढूंढकर मानव जाति आगे दौड़ रहा है। അമേരിക്ക ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മൈഗ്രേഷൻ പ്രോബ്ലം. ये अमेरिका में इत्यादि बड़ा प्रश्नों से लोग गुजर रहा है। മെക്സിക്കോയിലെ ജനങ്ങള് ധാരാളമായിട്ട് അനധികൃതമായിട്ട് അവിടെ കുടിയേറി പാർക്കുന്നു. मेक्सिको जगह में बहुत सारे लोग ऐसे जगह घर लिया है। അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നുകൂടിയാല് അവർക്ക് ഉയർന്ന ശമ്പളം കിട്ടും, നല്ല ജോലി സാധ്യതകളും ഉണ്ട്. उनको वहां पर आप पहुंचेगा तो ज्यादा से ज्यादा पहाड़ भी मिलेगा, अच्छा स्थान भी मिलते आता है। അവർ വിചാരിക്കുന്നു എങ്ങനെയെങ്കിലും അവിടെ കടന്നുകൂടിയാല് അവർക്ക് ഉയർന്ന നിലവാരമുള്ളതായ ജീവിതം നയിക്കുവാൻ കഴിയുമെന്ന്. जो कोई कुछ रास्ता में से वहां पर पहुंचाएगा तो उन्नति पदवी में नौकरी भी मिल जा सकते हैं। അതുകൊണ്ട് ഇല്ലീഗലായിട്ട് നിയമപരമല്ലാതെ എങ്ങനെയെങ്കിലും കടന്നുകൂടുന്നതിനുള്ളതായ ഒരു പ്രവണത എത്ര അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. नियम के विरोध में हो, कुछ शासन में और अधिकार के साथ नहीं, फिर भी उन्होंने वहां पर पहुंचने के लिए कोशिश किया था। പോപ്പുലേഷന്റെ ഏകദേശം 14.3% അത് ഇങ്ങനെ കുടിയേറി പാർത്തവരത്രേ. और 14% लोग ऐसे प्रकार की वहां पर आ पहुंचे हुए लोग हैं। തങ്ങളുടെ രാജ്യത്ത് തങ്ങൾ അനുഭവിക്കുന്നതായ പീഡനങ്ങള് അല്ലെങ്കിൽ വയലൻസ്, യുദ്ധം, ഇതിൽ നിന്നൊക്കെയും രക്ഷപ്പെടുന്നതിന് വേണ്ടി എത്ര ഈ എന്ത് ത്യാഗവും സഹിച്ച് അമേരിക്ക പോലുള്ളതായ സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതിന് ശ്രമിക്കുന്നത്. अपने अपने स्थानीय राज्यों में, देशों में ऐसे प्रकार की कठिन शोधना, वेदना, संकट, ऐसे प्रकार के युद्ध भीतियों में जाते हुए लोग इत्यादि जगहों में
जाने के लिए हृदय तड़प रहा है। പണ്ട് കൽദയ ദേശത്ത് നിന്നും ഒരു വ്യക്തിയെ ദൈവം അത് വിളിച്ചു താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ചെല്ലുവാൻ ആവശ്യപ്പെട്ടു. जो यहोवा परमेश्वर ने कल्दय देश में से एक व्यक्ति को चुन लिया है और परमेश्वर ने कहते हुए जो स्थान में जाने के लिए बुलाया है, അവിടെ മൂർത്തി പൂജ വളരെ പ്രബലമായിരുന്നു. जो वहां पर बहुत सारे काम कार्य किया करने के लिए संप्रदायी का है। അങ്ങനെയുള്ളതായ ജനത്തിന്റെ മധ്യയിൽ നിന്നത്രേ ഒരു അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. और ऐसे काम कार्य करने वालों को बीच में से प्रभु परमेश्वर ने एक व्यक्ति को चुन लिया है। ബാബിലോണിൽ നിന്നും ആദ്യമായിട്ട് യൂഫ്രട്ടീസ് നദി കടന്ന് ഒരുവൻ കടന്നു വന്നു. അവന്റെ പേരത്രേ അബ്രഹാം. बाबिलोन से और ये नदी पार कर कर आए हुए एक व्यक्ति के नाम है इब्राहिम। ഇസഹാക്കും പിന്നെ യാക്കോബും അബ്രഹാമിനോടൊപ്പം വാഗ്ദത്ത ദേശമായിട്ടുള്ളതായ കനാൻ ദേശത്ത് വന്ന് പാർത്തു. पूरी यही लोग वह प्रतिज्ञा की जगह था, वो जगह में आकर रहने के लिए शुरू किया। അവർ അങ്ങനെ വന്ന് താമസിച്ചു എങ്കിലും വലിയ മാളികകളോ വലിയ വീടുകളോ ഒന്നും അവിടെ ഉണ്ടാക്കിയില്ല. वहां पर आकर रहने दिया, फिर भी बड़ा मंजिल बनाने के लिए, बड़ा मकान भवन बनाने के लिए उन्होंने तैयारी नहीं हुई। അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ കൂടാരങ്ങളിൽ പാർത്തു. इब्राहिम, इसहाक, याकूब इत्यादियों ने तंबू में रहने पाया। അവർ കൂടാരങ്ങളിൽ പാർക്കുന്നതിന്റെ കാരണം ഇവിടെ സ്ഥിരമായിട്ടുള്ളതായ ഒരു വാസസ്ഥലം, ഒരു പട്ടണം അവർക്ക് ഇല്ല എന്ന് അറിയാമായിരുന്നു. तंबू में रहने के कारण एक अपने लिए अपना भूमि है ही नहीं, यही कारण में तंबू बनाया। അബ്രഹാമിന് അറിയാമായിരുന്നു നാം ഇവിടെ വെറും പരദേശികളായിട്ട് ജീവിക്കുന്നു എന്നത്രേ. इब्राहिम को ये बात मालूम पड़ा है यहाँ पर और लोग परदेशी होकर रहता है। നമ്മുടെ സ്വന്തം ദേശം ഇവിടെ അല്ല എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. अपने स्वदेश यहाँ पर नहीं है, ये बात उनका हृदय में मन में सोच विचार थे। അതുകൊണ്ട് താൽക്കാലികമായിട്ടുണ്ടാകുന്ന കൂടാരങ്ങളിൽ അത്രേ അവർ വസിച്ചിരുന്നത്. तात्कालिक रीति पर बनाया हुआ भवनों में उन्होंने वास किया है। ഇന്ന് പല ആളുകളും വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവര് ആ നിലപാടല്ല, ഇവിടെ തന്നെ അങ്ങ് ജീവിച്ചു പോകും എന്നുള്ളതായ ചിന്തയോടുകൂടി അത്രയും അവര് സമ്പത്തുകളും വസ്തുവകകളും മണിമന്ദിരങ്ങളും ഒക്കെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. और आजकल दिनों में यहाँ पर स्थिर रहे ये सोच समझते हुए और आर्थिक के बात बारे में और अच्छे भवन बनाकर रहने के लिए आशा करते हैं। ആ ചിന്താഗതി ഉണ്ടായിരുന്നതായ ലക്ഷോപലക്ഷം ജനങ്ങള് ഒരു നാൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ അവരെല്ലാവരും കയറിപ്പോയിട്ടുണ്ട്. और यहाँ पर आप उनसे कहा ऐसे गए हुए बहुत सारे लोग के बारे में बाइबल में हम पाया जाता है। അതെ, മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ഒരു നിശ്ചിത പീരീഡ് ഇവിടെ ജീവിക്കുന്ന ദൈവം അനുവദിച്ചിരിക്കുന്നു. और मनुष्यों को सृजना किया, जो सृष्टि में और मनुष्य यहाँ पर रहे उसके अंत में यहाँ पर आप पहुंचे, ये बात कहा जाता है। ഭൂമിയുള്ള കാലത്തോളവും ഇവിടെ ജീവിച്ച് ആസ്വദിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ധനികരായ പലരും വിചാരിക്കുന്നു. वो धनी व्यक्ति है, भूमि को कितने समय तक रहे तब तक यहाँ पर रहने के लिए आग्रह के साथ दौड़ रहा है। മരണമെന്ന യാഥാർത്ഥ്യവുമായിട്ട് അവർ അത് എത്തിച്ചേരുമ്പോൾ താൻ ഇതുവരെ കൂട്ടിവെച്ചിരുന്നതായ ഈ ലോകത്തുള്ളതായ ദ്രവ്യം അഥവാ സമ്പത്ത്, തന്റെ വാഹനങ്ങള്, തന്റെ മറ്റ് വീട്, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ നോക്കിയിട്ട് പറയും, ഇതുവരെ ഉള്ളൂ, ഇനി നിങ്ങൾക്ക് പോകാം, ഞങ്ങൾക്ക് അങ്ങോട്ട് വരുവാൻ കഴിയയില്ല എന്ന് പറയും. और भूमि में इतनी धन दौलत के शीर्ष में रहने वाले मृत्यु आते हैं तब जो चीज बताएंगे वो यहाँ पर तो इतनी संपत्ति बटोर दिया है, लेकिन
वहां पर आ नहीं सकते, तुम जाने के लिए अनुमति है। ഈ മരണ യോർദാൻ അപ്പുറം ഞങ്ങൾക്ക് നിങ്ങളെ പിന്തുടരുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് അവർക്ക് കേൾക്കുവാൻ കഴിയും. ये सीमा है, यर्दन नदी है, पार नहीं कर सकते हैं, ये बात यहाँ पर कहला जाता है। അത് ദൈവത്തിന്റെ അലംഘനീയമായ നിയമം അത്രേ. ഒരു നാൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നാം ഇവിടെ നിന്നും പോകേണ്ടി വരും. ये वो परमेश्वर की निर्णय है, संसार में सब कुछ त्याग कर कर ये हमसे विदा होने की बात। അബ്രഹാം അതുപോലെ പൂർവ്വ പിതാക്കളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. इब्राहिम और इसहाक याकूब ये भूमि से भी अधिक स्वर्गीय स्थानों में एक निवास स्थान है, ये सोच समझ कर जीवन बिताया है। ഈ ലോകത്തിൽ നമ്മൾ താൽക്കാലികമായിട്ട് ജീവിക്കുന്നതായ ഒരു വാസസ്ഥലം, ये भूमि में तात्कालिक रूप पर रहने वाले जीवन है। അതുകൊണ്ട് അവരെപ്പോഴും ദൈവം വാഗ്ദത്തം ചെയ്തതായ ആ ശ്രേഷ്ഠമായിട്ടുള്ളതായ ബെറ്റർ കൺട്രി, അത് ഹെവൻലി സിറ്റി, അത് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിച്ചു. उन्होंने ये स्वप्न देखते हैं यहाँ पर सब कुछ त्याग करे स्वर्गीय स्थानों, स्वर्गीय निवासी होकर रहने के लिए प्रभु की अनुमति है। എബ്രായ ലേഖനത്തിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ പുതുതായിട്ട് ക്രിസ്തീയ മതം സ്വീകരിച്ചതായ യഹൂദ ക്രിസ്ത്യാനികള് പലവിധമായ പീഡനങ്ങള്, സാമ്പത്തികമായ നഷ്ടങ്ങള്, അതുപോലെ തന്നെ നിന്ദകളൊക്കെയും സഹിക്കേണ്ടി വന്നു. इब्रानियों की पत्री में हम पाया जाता है, इब्रानियों ने बहुत सारे उसी समय में यीशु मसीह को पाए हुए लोग बहुत सारे कष्ट दुख भोगना पड़ा है। അവർ വിശ്വാസികളായതിന്റെ പേരിൽ അവരുടെ വസ്തുവകകള്, സമ്പത്തൊക്കെയും കൊള്ളയടിക്കപ്പെട്ടു. विश्वासी मसीही लोग बन गया, इसी कारण में उनकी आर्थिक चीजों उन्होंने घेर लिया है। തങ്ങളുടെ ആ അവസ്ഥയില് ഹെബ്രായ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി അത്രേ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ये ऐसे प्रकार कष्ट दुख भोगने वालों को दिलासा देने के लिए प्रेरित पौलुस ने ये पत्र हमारे लिए लिख दिया है। വാഗ്ദത്തം ചെയ്തത് പ്രാപിക്കുവാൻ നമുക്ക് സഹിഷ്ണുത ആവശ്യമായിരിക്കുന്നു. और प्रतिज्ञा की एक स्थान हमारे लिए है, इसी कारण में तैयारी के साथ रहे। അതുകൊണ്ട് വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. वे एक उत्तम अर्थात स्वर्गीय देश के अभिलाषी है, इसीलिए परमेश्वर उनका परमेश्वर कहलाने के लिए उसे नहीं ले जाया, क्योंकि उन्होंने लिए एक नगर तैयार किया है। ഈ കഷ്ടങ്ങളും പീഡനങ്ങളും വേദനകളും നിന്ദകളും കണ്ടിട്ട് നിങ്ങൾ പിന്മാറിപ്പോകരുത് എന്നത്രേ അവരോട് പറഞ്ഞത്. आजकल दिनों में मनुष्यों ने, विश्वासियों ने कितने दुख भोगते हैं, वेदना पीड़ा में है, वो खेदते हैं, तुम पीछे हटना नहीं, आगे बढ़ो। അവർ വിശ്വാസത്തിൽ ജീവിച്ചു, വിശ്വാസത്തിൽ മരിച്ചു. विश्वास में जीवित रहा और विश्वास में मरा है। അതുകൊണ്ട് ദൈവം അവരെ കുറിച്ച് അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കില്ല. इसी कारण में मसीह उन्हीं की मसीह है, ये कहला जाने के लिए लज्जित नहीं हुई है। കാരണം ഏറ്റവും അധികമായതിനെ, സ്വർഗീയമായതിനെ തന്നെ അവർ കാംക്ഷിച്ചു. ये इतनी संसार में है, इससे ही उत्तम पदार्थों के लिए उन्होंने विश्वास करके आगे बढ़ा है। പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഒരു ലജ്ജയുമില്ല. ദൈവം അഭിമാനത്തോടുകൂടി പറയുക ചെയ്യുന്നത്, ഞാൻ ഇവന്റെ ദൈവം, ഞാൻ ഇവന്റെ ദൈവം, ഞാൻ ഇവന്റെ ദൈവം എന്ന്. ये प्लाटो में जितनों ने ये परमेश्वर की मधुरवाणी सुनने के लिए आया है, जिन्हों को कह सकते हैं यही उन्हीं की परमेश्वर, उन्हीं की परमेश्वर, इन्हीं की परमेश्वर कहला जाता है। അതെ, ആ വാഗ്ദത്ത ദേശം പ്രാപിക്കുന്നത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ക്ഷമ അല്ലെങ്കിൽ സഹിഷ്ണുത അത്രേ. ये प्रतिज्ञा की जगह हमारे लिए बाकी है, इसी कारण में
दया और क्षमा के साथ आगे बढ़ना पड़ा है। അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പലവിധമായ കഷ്ടനഷ്ടങ്ങളിലൂടെ വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് കടന്നു പോകേണ്ടി വരും എങ്കിലും നാം ഉറച്ചു നിൽക്കേണ്ട നമ്മുടെ വാഗ്ദത്ത ദേശം, നമ്മുടെ ദേശം, സ്വന്തം ദേശം ഇവിടെയല്ല, നമ്മുടെ ദേശം, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ദേശം, അത് സ്വർഗത്തിലുള്ളത് അത്രേ. ये बात में हम निर्णय ले, हमारा स्थिर भूमि यहाँ पर नहीं, स्वर्गीय निवास स्थान हमारे लिए तैयार किया है। इसी कारण में कष्ट दुख भोगना हमारा आवश्यकता में है। എബ്രായ വിശ്വാസികളോട് അദ്ദേഹം പറയുന്നത്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. इब्रानियों की वो लोगों को, विश्वासियों को ये वचन दिया है, वो प्रतिज्ञा की स्वर्ग राज्य की जगह हमारे लिए बाकी है। इसी कारण में तुम जागते ही रहे। ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. ऐसे थोड़ा सा समय के बाद में प्रतिज्ञा दिया, मसीह वापस आएगा, देर नहीं लगेगा। അതെ, യേശു രണ്ടാമതും വരും എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, അതിന് മാറ്റമില്ല. दूसरी बार यीशु मसीह वापस आएगा, हमारे साथ वायदा बनाया है, ये बात पीछे हटेगा नहीं। വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. वचन में यही दिया है, मेरा धार्मिकता लिए हुए लोग विश्वास में अटल रहेगा। അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെയും വിശ്വാസത്താൽ അത്ര ജീവിച്ചത്. इब्राहिम, इसहाक, याकूब इत्यादि लोग विश्वास में जीवन बिताया। അതെ, എബ്രായ വിശ്വാസികളോട് പറയുക, എത്ര വിശ്വാസത്തിൽ നിന്നും നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളിൽ ഒരു പ്രസാദവുമില്ല. ये विश्वासियों को परमेश्वर ने कहते हैं, जो विश्वास रखा है पीछे हटना नहीं, आगे बढ़ो। ഈ ജനത്തോട് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് വലിയ പ്രതിഫലം ഉണ്ടെന്നത്രേ. ये विश्वासियों को प्रेरित पौलुस ने कहते हैं, तुम विश्वास रखे, कष्ट सहे, तुमको आगे बढ़ा एक प्रतिफल दिया देने के लिए है। അതുകൊണ്ട് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചത്, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകുവിൻ എന്നത്രേ. इसलिए वो तो याद दिलाता है, विश्वास कर आगे बढ़ो। അതെ, ലോത്തിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചു. लोत वहां पर रहते हैं, वहां पर स्वर्गदूतों ने जाकर उनको और ऐसी प्रकार की प्रेरणा दिया, हट जाओ, निकल जाओ। ലോത്തിന്റെ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ അതിവേഗം ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, ഈ പട്ടണം നശിപ്പിക്കുവാൻ പോവുകയത്രേ എന്ന്. और सौदोम और गमोरा में लूत के घर में स्वर्गदूतों ने कहा, जल्दी भाग जाओ, यहाँ पर पीछे मुड़ना नहीं, हाँ चले जाओ यहाँ से। ദൂതൻ പറഞ്ഞ മലയിലേക്ക് കടന്നു പോകുന്നതിന് വളരെ ദൂരമുള്ളതുകൊണ്ട് ലോത്ത് പറഞ്ഞു, അടുത്തുള്ള മലയിലേക്ക് ഞങ്ങൾ കയറി രക്ഷപ്പെട്ടുകൊള്ളാമെന്ന്. वो स्वर्गदूतों ने एक पहाड़ दिखाया, वहां पर जाओ। तब और यही ने कहा है, वो दूर है, सामने एक पहाड़ है, वहां पर हम जाए। അതെ, നമുക്ക് സമീപസ്ഥനായ ക്രിസ്തുവിൽ നമുക്ക് അഭയം തേടുവാൻ കഴിയും. हमारा समीप है, हमारा अभय स्थान वहां पर ही है। വളരെ വേദന നിറഞ്ഞതായ, അത് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നതായ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, നാം അത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചു കൊള്ളേണ്ടത് അത്രേ. पीड़ित हो, संकोच हो, दुख हो, जो कोई कष्ट सहने वाले, आज परमेश्वर की वचन कहता है, आगे बढ़ो, इसमें फल मिलने का है। അതുകൊണ്ട് ഈ വിശ്വാസം ഞങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. यही विश्वास में पकड़ते ही रहो, स्थिर रहो। വാഗ്ദത്തം ചെയ്ത് നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. प्रतिज्ञा की बात तुमको प्राप्त कर सकते हैं। അത് പ്രാപിക്കുന്നതിന് വേണ്ടി സഹിഷ്ണുതയോടുകൂടി ഓടുക. ये प्राप्त करने के लिए तो हिम्मत डांस बांधे हुए आगे बढ़े। അതെ, അതിൽ നിന്ന് പിന്മാറിപ്പോവുകയാണ് എങ്കിൽ അവർ നശിച്ചു പോകും.
वो उसमें से पीछे हट जाएगा तो विनाश में गिरेंगे। അത് ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ച് നിന്ന് നമ്മുടെ ആത്മാക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയത്രേ. जो कोई पीड़ित हो, संकट में हो, शोक में हो, आगे बढ़ने वाले याद रखे हम सहजे आगे बढ़े। നമ്മുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും താൽക്കാലികമായിട്ടുള്ളത് അത്രേ. हमारा संकट या शोक तात्कालिक रूपी पर है। അതെ, അബ്രഹാമിനെ പോലുള്ളതായ വിശ്വാസികൾ അവരുടെ ജീവകാലത്ത് അവർ ആംക്ഷിച്ചിരുന്നതായ ആ സ്വർഗീയമായിട്ടുള്ളതായ ആ പട്ടണത്തെ കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. इब्राहिम और याकूब ने वास किया वो ही स्थान उस जमाने में बहुत सारे लोगों को प्राप्त नहीं कर सकता था। താൻ വിശ്വാസത്തിൽ നിന്നും അല്പം പോലും പിന്മാറാതെ ഒരു നാൾ ഞാനത് കാണും, ഞാനതിൽ പ്രവേശിക്കും എന്നുള്ളതായ ഉത്തമ ബോധ്യത്തോടു കൂടിയത്രേ വിശ്വാസത്താൽ അദ്ദേഹം മരിച്ചത്. बोले एक बार प्रभु ने हमारा साथ वायदा बनाया, वही स्थान में हम पहुंचू, वो बात नहीं के साथ विश्वास में आगे बढ़ा है। നാം ഇവിടെ വെറും പരദേശികളത്രേ, അന്യരത്രേ. हम यहाँ पर परदेशी होकर रहते हैं। നാം നാം സ്വർഗീയന്മാരത്രേ. हम स्वर्गीय स्थान में जाके रहने वाले हैं। ഈ സ്വർഗീയമായിട്ടുള്ളതായ ആ ഒരു ദർശനം പ്രാപിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലേതായ അത് സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതെല്ലാം അവർക്ക് ഒന്നുമല്ല. और स्वर्गीय दर्शन पाए हुए विश्वासियों के बारे में देखे, ये संसार में ये बात कुछ अमूल्य चीज नहीं है। യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്റെ ദേശം എന്താ പറഞ്ഞത്, എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനവധി വാസസ്ഥലങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു, അതിനുശേഷം വന്ന് ഞാൻ നിങ്ങളെ പിന്നെയും ചേർത്തുകൊള്ളും എന്നത്രേ. मसीह ने अपने लोगों का साथ एक बात वायदा बनाकर कहा, हमारा ये देश हमारा सिर नहीं है, मैं तुम्हारे लिए एक जगह तैयार करने के लिए जा रहा हूं, मैं कहां पर बैठूं वहां पर मैं बिठाऊंगा। കർത്താവ് എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് നമ്മെ ചേർക്കുവാൻ തക്കവണ്ണം യേശു ആഗ്രഹിക്കുന്നു. मसीह कहां से आया है, वहां पर मसीह बैठेंगे, हम तके मानते लोगों को वहां पर भी बिठा देंगे। പഴയ നിയമ വിശ്വാസ വീരന്മാരെ പോലെയല്ല, അതിലുപരിയായിട്ട് അവർ കാത്തിരുന്നതായ ആ യേശുക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ അത് യേശു വെളിപ്പെട്ട് വരികയും അവനിലൂടെയുള്ള രക്ഷ നാം പ്രാപിക്കുകയും ചെയ്തവരത്രേ. पुराना नियम में पाए हुए पवित्र लोगों की राय नहीं, इससे भी अधिक बढ़कर पवित्रताई के साथ जीवन बिताने वाले मसीह को अपनाया ग्रहण किए हुए लोगों को बैठाने का एक स्थान हमारे लिए है। യേശു തന്റെ ശരീരമാകുന്നതായ അതിനെ നമുക്കായിട്ട് രണ്ടായിട്ട് പിളർന്ന് ആ തിരശ്ശീല നമുക്കായിട്ട് പിളർന്ന് ഒരു വഴി സ്വർഗത്തിലേക്കുള്ളത് വഴി ഒരുക്കിയിരിക്കുന്നു. यीशु मसीह की अपना शरीर देह जो फाड़कर ये गिरजाघर में वो पर्दा डाला है, वो पर्दा फाड़कर अधिपवित्र स्थानों में याजकों ने पहुंचते इसी नाई मसीह स्वर्ग राज्य में ले जाने के लिए अपना शरीर फाड़कर हमारे लिए दिया है। അതുകൊണ്ട് വിശ്വാസികളായിരിക്കുന്ന നാം ശരീരം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നു എങ്കിലും നാം ആത്മീയന്മാരത്രേ, സ്വർഗീയന്മാരത്രേ. हम विश्वासी होकर हम संसार में जीते हैं, फिर भी हमारा परमेश्वर के वचन कहलाता है विश्वास करने वालों स्वर्गीय स्थान में बैठाने वाले हैं। നിരവധി പ്രതികൂലങ്ങളുടെയും പരീക്ഷകളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ വിശ്വാസികളായിരിക്കുന്ന നാം ഓർക്കേണ്ടത് ഈ ഭൂമി നമ്മുടെ സ്ഥിരമായ വാസസ്ഥലമല്ല. നാം കർത്താവ് പ്രോമിസ് ചെയ്തിരിക്കുന്നതായ, വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ആ ബെറ്റർ കൺട്രി, ബെറ്റർ പ്ലേസ്, ഇതിലും ശ്രേഷ്ഠമായിട്ടുള്ളതായ ആ സ്വർഗീയമായതിനെ തന്നെ നാം ചിന്തിച്ചു കൊള്ളേണ്ടത് ആവശ്യമായിരിക്കുന്നു. स्वर्गीय परमेश्वर की बुलाहट पाए हुए लोगों ये संसार में से सीमा छोड़कर स्वर्ग राज्य में जाए, जो वहां पर परमेश्वर हमारे लिए तैयार किया हुआ जो भवन में बैठाने के लिए प्रभु ने आशा के साथ हमको बुलाया, वो बुलाहट मिली है। ഒരു നാൾ യേശുവും വിശുദ്ധന്മാരും ദൂതന്മാരുമായിട്ട് മധ്യാകാശത്തിൽ വരും.
एक दिन मसीह स्वर्गदूतों के साथ मध्य आकाश में आएंगे। വിശ്വാസത്തിൽ യേശുക്രിസ്തുവിന്റെ ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരുക്കത്തോടു കൂടിയിരിക്കുന്ന വിശ്വാസികൾ അവനോട് കൂടി ആ രഹസ്യ വരവിങ്കൽ സഭയുടേതായ ആ റാപ്ചറിൽ അവനോടൊപ്പം പങ്കുചേരും. मसीह ने तुरही भूकर यहां से हमको बुलाकर मध्य आकाश में ले जाए। तैयारी के साथ रहने वालों को शब्द सुनते हुए वहां पर उन्हीं का साथ मिलजुलेंगे। നാം അവനോടൊപ്പം 1000 ആണ്ട് അവിടെ വസിക്കും. हम मसीह का साथ 1000 साल जिएंगे। ദൈവം താൻ ദൈവമായിട്ട് അവരോട് കൂടെ വസിക്കും. मसीह और परमेश्वर के साथ 1 वर्ष वहां पर रहेंगे। അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. उन्होंने यह बात वायदा दिया है, आजकल दिनों में दुख कष्ट संकट से जाने वाले हमारे आंसू कितने हैं, ये पहुंच डालने का एक समय आ पहुंची है। ഇനി മരണമുണ്ടാകയില്ല, मृत्यु आगे है ही नहीं है। ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. और दुख और कष्ट और शोक यहाँ पर नहीं रहेंगे। സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇങ്ങനെ പറയുന്നു, ഞാൻ സകലവും പുതുതാക്കുന്നു. सिंहासन में बैठा ये ओ यहोवा ने यह कहता है, मैं संपूर्ण कर दूंगा। അതുകൊണ്ട് വിശ്വാസത്താൽ നാം ആ വാഗ്ദത്തം ചെയ്തതായ ആ അധികം നല്ലതായ ആ നഗരത്തെ നാം അതിൽ പ്രവേശിച്ചിരിക്കുക എത്ര ചെയ്യുന്നത്. और विश्वास के साथ विश्वास योग्य रहने वालों को मसीह ने उनके साथ बैठाने के लिए आशा के साथ है, हम तैयारी के साथ रहना योग्य है। നാം എന്നും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, അങ്ങയുടെ രാജ്യം വരയണമേ എന്ന്. और मसीह ने शिष्यों को प्रार्थना सिखाया, उसी में कहा तेरी राज्य आ जाए। ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ये बड़ा प्रश्न वहां पर देख रहा है। ഈ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ തക്കവണ്ണം നാം എന്ത് ചെയ്തു? और ये प्रश्न है, स्वर्ग राज्य भूमि पर स्थापित करने के लिए हम क्या किया है? സ്വർഗീയമായിട്ടുള്ളതായ ആ വാഗ്ദത്തങ്ങളും നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആത്മീയമായിട്ടുള്ള നന്മകളും അത് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നാം എന്ത് ചെയ്തു? स्वर्गीय स्थान में वहां पर थे सब कुछ आत्मिक जागृति, या वहां पर जाने के लिए कोई कुछ काम के लिए हम यहाँ पर प्रयत्न किया है नहीं है? 1 പത്രോസ് 2:11-12 വാക്യങ്ങൾ. पहले पत्रोस की पुस्तक दूसरा अध्याय में और 11वां-12वां पद. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമുഖങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. हे प्रियो, मैं तुमसे विनती करता हूं कि तुम अपने आप को परदेशी और यात्री जानकर उन सांसारिक अभिलाषाओं से जो आत्मा से युद्ध करती है बचे रहो। अन्य जातियों में तुम्हारा चाल चलन भरा हो, ताकि जिन जिन बातों में वे तुम्हें कुकर्म जानकर बदनाम करते हैं, वे तुम्हारे भले कामों को देखकर नहीं उन्हीं के कारण कृपा दृष्टि के दिन परमेश्वर की महिमा करे. ഭൂമിയിൽ ഏറ്റവും വിലമതിക്കുന്നതായ കാര്യം സ്വർഗരാജ്യത്തിൽ അതിന് ഒരു വിലയുമില്ല. भूमि में जितना मोल लेने के लिए प्रयत्न करते हैं, इतने स्वर्ग राज्य के बारे में है ही नहीं है. അത് നാം വിശ്വാസത്താൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. हम भूमि में जीवित हैं विश्वास में. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് എണ്ണി പറഞ്ഞുകൊണ്ടത്രേ വിശ്വാസ ജീവിതം നാം ഇവിടെ നയിക്കുന്നത്. प्रतिज्ञा परमेश्वर ने जितना की है
जो बात गिनते गिनते बताते बताते हम विश्वास में जीवित रहते हैं। എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വിശ്വാസം അത് ഈ ഭൂമിയിലുള്ളതായ കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. हमारा विश्वास जीवन भूमि में जितने थे जितना है इसमें सीमा डाला है। എന്നാൽ അബ്രഹാം പൂർവ്വപിതാക്കന്മാരും അങ്ങനെയല്ലായിരുന്നു. അവർ കാണപ്പെടാത്തതായ ആ ഭൂപ്രദേശത്തെ അത്രയും അത് അത് വാഞ്ചിച്ചിരുന്നത്. अब्राहम इसहाक याकूब भूमि की ये बातों की दृष्टि नहीं लगाया, स्वर्ग राज्य के बारे में उन्होंने जागते ही रहते थे। അതുകൊണ്ട് ഈ നശിച്ചു പോകുന്നതായ ഈ ഭൂമിയിലുള്ളതായ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ഫോക്കസ് സ്വർഗീയമായതിലേക്ക് തിരിയട്ടെ. मोर सीमा संसार में जीत है, ये भूमि की बातों की अधिक से स्वर्गीय स्थान और ज्ञान विवेक प्रभु ने हमारे लिए दिया है। ഭൂമിയിലെ കാര്യങ്ങൾ നശിച്ചു പോകുന്നതായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. भूमि जो नाश है विनाश है, ये भूमि में जीने के लिए अनुमति के लिए उपवास और प्रार्थना भी करते हैं। നിത്യമായിട്ടുള്ളതായ ആ ഭാവിക്ക് വേണ്ടി ആ വാഗ്ദത്ത ദേശം പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് അത് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. और प्रतिज्ञा की एक देश हमारे लिए है, वो देश के लिए प्रार्थना और जागते ही रहे। ദൈവവിശ്വാസികളായിരിക്കുന്ന നാം ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും പാപത്തിന്റെ വലയത്തിൽ നിന്നും അത് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടതായ വേർതിരിക്കപ്പെട്ടതായ വ്യക്തികൾ അത്രേ. ये संसार में रहते हैं, वेदना है, कष्ट दुख सहजने वाले हैं। അതുകൊണ്ട് പാപത്തിൻ്റെതായ ആ മായാവലയത്തിൽ നിന്നും ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് നാം ആത്മീയമായിട്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ അതെ ആ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും തടസ്സങ്ങൾ വരാറുണ്ട്. और हम आत्मिक जागृति के साथ आगे बढ़ते हैं, जो बढ़ने के समय रुकावट डालते हुए सीमा डालते हुए कई प्रश्नों से गुजरने का हाल हमारा जीवन में होते ही रहते हैं. നമ്മുടെ വാഗ്ദത്ത ദേശത്തിലേക്കുള്ള ആ വിശ്വാസത്തിന്റെ പ്രയാണത്തിലും നമ്മെ തടസ്സപ്പെടുത്തുന്നതായ പല ഞെരുക്കങ്ങളും പീഡനങ്ങളും അത് ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരും. और हमारा मुसाफिरी यात्रा को रुकावट डालने के लिए कई प्रकार के प्रश्नों हमारा जीवन में डाल देते हैं. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സ്ഥിരതയോടുകൂടിയുള്ളതായ ഓട്ടം തടസ്സപ്പെടുന്നുണ്ട്. ऐसे कारण में हम निर्णय के साथ आगे बढ़ते हैं, वो परमेश्वर की ओर देखते हुए दौड़े. നമ്മെ പിന്നോട്ട് വലിക്കുന്നതായ പൈശാചിക ശക്തികൾ और हमारे पीछे की ओर खींचते हैं शैतान की सामर्थ्य. പണ്ട് ഒരു കാലത്ത് ഒരു മനുഷ്യൻ കുറെ ഞണ്ടുകളുമായിട്ട് വിമാനത്തിൽ കയറി എന്ന് കേട്ടിട്ടുണ്ട്. और ऐसा एक जीवी के साथ एरोप्लेन में एक मुसाफिरी करने वाला एक व्यक्ति के बारे में हम देखते हैं. അദ്ദേഹം ഒരു കണ്ടെയ്നറിലെ കുറെ ഞണ്ടുകളെ നിറച്ചു വെച്ചിരുന്നു എന്നും और एक डब्बा में कुछ चीज को भर के रखा है. എന്നാൽ ഈ ഞണ്ടുകൾ മുകളിലോട്ട് കയറുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ये जंतु और ऊपर की ओर आने के लिए प्रयत्न करते हैं. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ കൊണ്ടുവന്നതായ ഈ ഞണ്ടുകൾ അത് മുകളിലോട്ട് കയറി അതിവിടെയൊക്കെ വലിയ ബുദ്ധിമുട്ടാക്കുമല്ലോ എന്ന്. ये ऊपर की ओर आते हैं, इसका जगह की अंदर गिरते हुए कुछ प्रश्न निकाले, ये बात दिया गया है. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, കാരണം ഒരു ഞണ്ട് മുകളിലോട്ട് കയറുമ്പോൾ വേറൊരു ഞണ്ട് അതിന്റെ കാലിൽ പിടിച്ച് താഴോട്ട് വലിച്ചിടുമെന്ന്. और ये जीविका कभी भी तुम्हें नुकसान नहीं करेंगे. एक ऊपर जाएगा तो पीछे आते हैं, उनको पग को पकड़ कर पीछे खींच डालते हैं. ഒരാളുടെ മിനിസ്ട്രി നന്നായിട്ട് നടക്കുന്നത് കാണുമ്പോൾ, അനേക ആത്മാക്കളെ നേടുന്നത് കാണുമ്പോൾ അസൂയപ്പെടുന്നതായ മറ്റാത്മീയരെ ഈ ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയും. एक व्यक्ति यीशु मसीह की सेवकाई में आगे बढ़ते हैं, आत्माओं को बचाते हैं और कई वचनों के साथ आगे बढ़ते हैं, तब और निर्मल लोगों ने उनको
धक्के करते वेदना देते हुए नीचे गिरा देते हैं। ഒരാൾ ചെയ്യുന്ന ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരെ എങ്ങനെയെങ്കിലും തേജോവധം ചെയ്യുന്നതിന് വേണ്ടി മാത്രം മിനക്കെട്ട് നടക്കുന്നതായ അനേകരെ ഈ നാളുകൾ നമുക്ക് കാണുവാൻ കഴിയും. एक व्यक्ति यीशु मसीह में प्रकाशित ज्योति में आते हैं, जो उनको उत्साह देने का बिना उनको दुख देते हैं, उनको पीछे हटाने के लिए रास्ता बना दिया देता है। അതുകൊണ്ട് ജോൺ ബെനിയൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആ നല്ല ദേശത്തിന് വേണ്ടി ആ നല്ല അധികം നല്ലതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധയോടുകൂടി ഓടുവാൻ. और ये जॉन बेनियन एक व्यक्ति ने एक बार कहने लगा, और इससे भी अच्छे बहुमूल्य चीज पकड़ने के लिए आगे बढ़े. എത്ര എത്ര റോഡ് ബ്ലോക്കുകൾ ഉണ്ടായാലും അതിനെ അഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. जितना भी ब्लॉक और बंधन होवे तो भी आगे बढ़ते ही रहे. ഒരുത്തൻ ആത്മീയമായിട്ട് ശക്തി പ്രാപിച്ച് ഈ വാഗ്ദത്ത ദേശം പ്രാപിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകവും ജഡവും പിശാചും പാപവും നരകവും എല്ലാം അവനെ അതിവേഗത്തിൽ അവനെ പിന്തുടരുന്നതായിട്ട് കാണാമെന്ന്. एक व्यक्ति आगे बढ़ते हैं, उनको रुकावट डालने के लिए संसारिक बहुत देखने की चीज हो, कामों में हो, कोई कारण से उनको पीछे हराने के लिए रास्ता बनाकर आगे दौड़ रहा है. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളതായ അതിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ശ്രദ്ധ മാറ്റുവാൻ ഇടവരരുത്. इसी प्रकार की बात शब्दों में और हमारे सिर पीछे की मोड़ने के लिए, दर्शन त्याग करने के लिए शैतान रास्ता बनेंगे, लेकिन आगे बढ़ते ही रहे. വിശുദ്ധിയോട് ജീവിച്ച് നിത്യത പ്രാപിച്ചതായ ഏതൊരു ഭക്തനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ പിന്തുടരുന്നതായ പൈശാചിക ശക്തികളുടെ മേൽ അവർ ഓടി ജയമെടുത്തവരത്രയും. और हमारे पुरखाओं ने जो मसीह की अनुग्रह प्राप्त करते आगे जीवन बिताते दौड़ की पूरा कर दिए है. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് 1 പത്രോസ് 5:8. इसी कारण में प्रेरित पत्रोस और पहले प्रेरित 5वां अध्याय 8वां पद ये बात दिया गया है. ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. और यहाँ पर 8वां पद में सचेत हो और जागते रहो, क्योंकि तुम्हारा विरोधी शैतान गर्जने वाले सिंह के समान इस खोज में रहता है कि किसको फाड़ खाए. അതെ, നമ്മുടെ ഓട്ടത്തിൽ നമ്മെ തള്ളിയിടുവാൻ തക്കവണ്ണം പിശാച് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. वो हमारा दौड़ते हैं, हमारा यात्रा को गिराने के लिए शैतान कई प्रकार की प्रश्न हमारा जीवन में लाते हैं. അതുകൊണ്ട് ഈ വിശ്വാസ ജീവിതത്തിലും ഈ സ്വർഗീയമായിട്ടുള്ളതായ ആ ഓട്ടത്തിൽ നാം നിതാന്ത ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. हमारा ये दौड़ पूरा करने के लिए जागते ही रहे और आगे दौड़े. കർത്തൃദാസനെ ഒരു മിനിറ്റ് എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് അതികലശലമായ നെഞ്ചിനകത്ത് വേദന, അപ്പൊ ശബ്ദം എടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും കൂടെ ചേർന്ന്. വലിയ പ്രശ്നമായിട്ട് വേദനയായിട്ട് കൂടുക. എല്ലാരും ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഈശോവന്റെ രക്തത്താൽ ജയം. प्रेमिदयालु यीशु की नाम है. दुष्ट शैतान, परमेश्वर की दास, जो वचन कहला जाता है शैतान गिराने के लिए कोशिश बनाता है, शैतान ने हर प्रकार के काम कार्यों को मैं सेवा करता है, मेरा मस्तिष्क की शक्ति सामर्थ्य के साथ शैतान का सामर्थ्य को പറഞ്ഞാട്ട് കർത്തൃദാസനെ പറഞ്ഞാട്ട് യേശുവിന്റെ നാമത്തിൽ ജയം. സ്വതന്ത്രം. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മെ പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പിന്നാലെ ഓടുന്നതായ ആ ശത്രുവിനെ നമുക്ക് ഇഗ്നോർ ചെയ്യുവാൻ പറ്റത്തില്ല.
और विश्वास में जीवन बिताते हैं। हमारा दौड़ पूरा नहीं करने के लिए शैतान हमारा पीछे पीछे ही है। അതെ, ലോകത്തിന്റെ മേലും ജഡത്തിന്റെ മേലും പൈശാചിക ശക്തികളുടെ മേലും പരിശുദ്ധാത്മശക്തിയാൽ നമുക്ക് ജയമെടുക്കുവാൻ കഴിയും. शैतान में उनका काम कार्यों में से और मसीह की शक्ति से विजय पा सकते हैं। ആഹാബിന്റെ രഥത്തെക്കാൾ അതിവേഗത്തിൽ ഓടിയതായ എലിയ പ്രവാചകന്റെ ചരിത്രം നാം ഓർക്കണം. आहा राजा जो घोड़ों में से रथों से दौड़ते हैं, इससे भी अधिक उनका आगे जाने के लिए सामर्थ्य दिया पुराना नियम में एलियाहू को। വർഷങ്ങളായിട്ട് മഴയില്ലായിരുന്ന സ്ഥലത്ത് ദൈവം മഴ അയക്കുവാൻ പോകുന്നു. അതുകൊണ്ട് വേഗത്തിൽ ഓടിപ്പോകുവാൻ ആഹാബിനോട് എലിയ പ്രവാചകൻ ആവശ്യപ്പെട്ടു. आहाब की ओर एलिया ने कहा, बेटा बारिश गिर रहा है, जो आने का पहले तुम चले जाओ। ആഹാബ് അതിവേഗത്തിൽ രഥത്തിൽ കയറി ഓടുകയാണ്. यहाँ राजा ने रथ घोड़ाओं के ऊपर अधिक जा रहा है। എന്നാൽ പാവം ഏലിയാവിന് രഥവുമില്ല, പിന്നെ കുതിരകളുമില്ല, ഒന്നുമില്ല. वो आज्ञा दिया भविष्यवक्ता को, रथ नहीं, घोड़ा नहीं, कुछ नहीं। ആത്മശക്തിയാൽ ഏലിയ പ്രവാചകൻ ആഹാബിനേക്കാളും അതിവേഗത്തിൽ ഓടി. आत्मा सामर्थ्य शक्ति से और आकाश के अधिक सामर्थ्य से एलियाह को परमेश्वर की आत्मा ले गया है। അത് നമ്മുടെ എഞ്ചിന് ശക്തി തരുന്നത് പരിശുദ്ധാത്മാവത്രേ. हमारे में सामर्थ्य रहता है पवित्र आत्मा। അതുകൊണ്ട് നമ്മെ ഓവർടേക്കുവാൻ തക്കവണ്ണം നമ്മുടെ പിന്നാലെ ഓടുന്നതായ ആ പൈശാചിക ശക്തികളെ ഒരു വിധത്തിലും അനുവദിക്കരുത്. हमारे आगे बढ़ने के लिए भाई शैतान की सामर्थ्य दिया होता है, उसको हम अनुमति देना नहीं। അതുകൊണ്ട് ഈ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ അധികം ശ്രേഷ്ഠമായിട്ടുള്ളതായ ആ സ്വർഗീയമായ നഗരം യെരുശലേം, ദൈവം സ്ഥാപിക്കുന്നതായ യെരുശലേം നഗരത്തെ യേശു രാജാവായി വാഴുവാൻ പോകുന്നതായ ആ അവസ്ഥയിലേക്ക് ആയിത്തീരുവാൻ തക്കവണ്ണം നമുക്ക് പരിശ്രമിക്കാം. और स्वर्गीय स्थान हमारे लिए वायदा बनाया है, वो स्थान में पहुंचने के लिए इतनी सामर्थ्य शक्ति से आगे बढ़ने के लिए प्रभु ने हमें सहाय अनुग्रह करे। അധികം നല്ലതായ ആ സ്വർഗീയമായതിനെ കാംക്ഷിച്ചുകൊണ്ട് നാം അതിവേഗത്തിൽ ഓടേണ്ടിയിരിക്കുന്നു. अधिक सामर्थ्य के साथ अधिक स्थान हमें मिलने के लिए, उत्तम स्थान में पहुंचने के लिए विश्वास में आगे बढ़ना हमारा फर्ज कर्तव्य है। പാപത്തെ വെറുത്ത് അതിനെ ഉപേക്ഷിച്ച് നാം മുന്നോട്ട് പോകണം. पाप को पीछे हटाकर ढांप कर और मसीह की वाणी सुनते हुए आगे बढ़ना हमारा जीवन के काम कार्य है। പ്രിയരെ, നമ്മുടെ വിശ്വാസം ഈ ലോകത്തിലുള്ളതായ നന്മകളിൽ മാത്രമായി ആയിരിക്കരുത്. प्रियो, संसार में जितने काम धन दौलत है, ये धन दौलत में सीमा डालकर वहां पर नहीं रहने का है। യേശു യെരുശലേമിനെ തലസ്ഥാനമാക്കിയും ഈ ഭൂമിയിൽ രണ്ടാമത് തന്റെ ആധിപത്യം ഉറപ്പിക്കുവാൻ പോവുകയത്ര ചെയ്യുന്നത്. मसीह ने दूसरा बार आकर ये संसार में उनका राज्य ठहराकर हमें वहां पर ठहराने के लिए योग्य बना रहा है। സകല രാജ്യങ്ങളെയും ഭരണകൂടങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് യേശു സ്വന്തം രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നു. और इस संसार में सारे भाषा की वो राज्य शीर्ष को थो डालते हुए हमारा मसीह राज्य बनाएंगे, रखेंगे भूमि पर। അങ്ങനെ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ പോവുകയത്ര ചെയ്യുന്നത്. और परमेश्वर ने उनका राज्य भूमि पर ठहराने के लिए समय आ पहुंची है। ക്രിസ്തുവിനോടുകൂടി വാഴുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരെ അത്രേ നാം ഓരോരുത്തരും. मसीह का साथ रहने के लिए प्रभु ने चुने हुए चुनौती मिला हुआ लोग है हम विश्वासी गण। ക്രിസ്തുവിനോടുകൂടിയും കഷ്ടത അനുഭവിക്കുന്നവരത്രേ ക്രിസ്തുവിനോടുകൂടി വാഴുന്നത്. मसीह का साथ दुख सजने वाले दो मसीह का साथ जीते रहेंगे। അതുകൊണ്ട് ഈ ലോകത്തില് നാം അനുഭവിക്കുന്നതായ കഷ്ടതകളും നിന്ദകളും അതുപോലെ നഷ്ടങ്ങളെയും അത് ഗൗരവമായിട്ട് എടുക്കാതെ നാം നിത്യമായിട്ടുള്ളതായ അതിനെ ലാക്കാക്കി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ.
और ऐसी कारण में हमारा जितना और मन मसीह की शब्दों में कान भी लगाकर हमारा जिंदगी शुद्ध पवित्र होकर आगे बढ़ने के लिए प्रभु हमें अनुमति दिया देंगे। അബ്രഹാമിനെ ഇസഹാക്കിനെ യാക്കോബിന്റെയും ദൈവം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. और इब्राहिम इसहाक याकूब की परमेश्वर उन्हीं का परमेश्वर होवे तो वही परमेश्वर हमारा भी परमेश्वर है कहकर आगे बढ़ने के लिए प्रभु हमें अनुग्रह अधिकार दिया देंगे। ദൈവം നമ്മെ അംഗീകരിക്കുന്നു, അതിന്റെ ദൈവം നമ്മളോടൊപ്പം ഐഡന്റിഫൈ ചെയ്യുന്നു. എത്ര വലിയ പദവി, എത്രയത്! और मसीह हमको बारे में जानकारी है, मसीह हमें चिन्ह लगाते हुए और हमें अलग किए हुए लोग है। താൽക്കാലികമായുണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകളെ ഓർത്തിട്ട് നാം നിരാശപ്പെടുകയോ പിന്മാറിപ്പോവുകയോ അരുത്. और तात्कालिक जीवन में कार्यों को देखते हुए पीछे हटने वाले नहीं, आगे बढ़ने वाले हैं। വിശ്വാസ വീരന്മാരെ പോലെ നമുക്കും അത് ആ പാത പിന്തുടരാം. विश्वास की शूरवीर होकर मसीह के पीछे पग रखते हुए आगे बढ़े। നമ്മുടെ മുമ്പേ കയറി ഓടുവാൻ തക്കവണ്ണം പിശാചിനെ അനുവദിക്കരുത്. हमारा आगे दौड़ने के लिए शैतान को अनुमति ना दे। അതുകൊണ്ടത്ര പലരും അത് മാനസികമായിട്ട് ഡൗൺ ആയി പോകുന്നത്. इसी कारण में कई लोग और मन के दुखी खेदित होकर पीछे हट जाते हैं। അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്ഥിരതയോടുകൂടി ഓടാം. उत्तम पदार्थों को देखते हुए उत्तम स्थानों में बैठाने के लिए मसीह बुलाया, हम बैठने के लिए तैयारी के साथ आगे बढ़ना हमारा कर्तव्य है। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से प्रभु परमेश्वर हमको अनुग्रह देंगे। धन्यवाद। ദേവദാസനുള്ള നന്ദി അറിയിക്കുന്നു. परमेश्वर के नाम की महिमा हो। ദൈവമക്കളെ, ഞാന് പ്രസംഗം ദൈവദാസൻ അങ്ങോട്ട് തുടങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ നെഞ്ചിനകത്ത് ഭയങ്കര അതിവേദന എന്ന് പറഞ്ഞാല് എന്നാലും ഞാൻ പ്രസംഗം നിർത്തത്തില്ലെന്ന് എനിക്കറിയാം. വീണ് മരിക്കണം. എന്നാല് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഒട്ടും സഹിക്കാൻ വയ്യാഞ്ഞുകൊണ്ടാ. ഏതായാലും പ്രാർത്ഥിച്ച് ശാസിച്ച് കഴിഞ്ഞപ്പോ അത് മാറി. കർത്താവ് ആ ശക്തി അങ്ങ് മാറ്റി തന്നു. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ ദാസന് ആ വചനം തന്നെയാ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയാം സാത്താന്റെ ഒരു വലിയ പോരാട്ടമാണെന്നുള്ളത്.